നമ്മുടെ സുപ്രീം കോടതിയുടെ കൊളീജിയം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ BR ഗവായിയുടെ നേതൃത്വത്തിൽ ചേർന്ന് ഒരു തീരുമാനവും എടുത്തു. അപ്പോൾ കൊളീജിയത്തിനകത്ത് ഉള്ള അംഗങ്ങളെന്ന് പറയുന്നത് 5 പേരാണ്. അതായത് നമ്മുടെ ജസ്റ്റിസ് BR ഗവായി, അദ്ദേഹത്തോടൊപ്പം ജസ്റ്റിസ് സൂര്യകാന്ത്, പിന്നെ ജസ്റ്റിസ് വിക്രംനാഥ്, പിന്നെ ജസ്റ്റിസ് BV നാഗരത്ന, അതോടൊപ്പം ജസ്റ്റിസ് K മഹേശ്വരി. ഇത്രയും പേരാണ് കൊളീജിയത്തിലെ അംഗങ്ങൾ. 5 പേരാണ്. തീരുമാനമെന്ന് പറയുന്നത് 2 പേരെ സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് തീരുമാനിക്കാനുള്ള ആ കൊളീജിയത്തിൻ്റെ റെസൊല്യൂഷൻ അതാണ്, തീരുമാനമാണ്. അപ്പോൾ അതിൽ ജസ്റ്റിസ് അലോക് ആർഥെ ബോംബെയിലെ ചീഫ് ജസ്റ്റിസാണ്. അതേപോലെ തന്നെ ജസ്റ്റിസ് വിപുൽ M പാഞ്ചോളി പാറ്റ്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാണ്. അപ്പോൾ ഇതിൽ ഈ തീരുമാനമെന്ന് പറയുന്നത്, റെസൊല്യൂഷൻ എടുത്തത് 4-1 എന്നുള്ള ഭൂരിപക്ഷത്തിലാണ്. പണ്ട് സാധാരണ ഈ സുപ്രീം കോടതി കൊളീജിയത്തിൽ ഒരു അംഗം വിയോജിച്ചാൽ ഒരാളുടെ എലിവേഷൻ നടക്കത്തില്ലായിരുന്നു. ആ രീതിയാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിമറിക്കപ്പെടുകയാണ് ഈ തീരുമാനങ്ങളൊക്കെ. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതികളിലാണെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം കൊളീജിയത്തിലെ അംഗങ്ങളുണ്ടെങ്കിൽ 3 അംഗങ്ങളേ ഉള്ളൂ. അതിൽ 2 പേര് യോജിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. ആ രീതിയാണ് പിന്തുടരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള ആ തീരുമാനത്തിൽ ജസ്റ്റിസ് BV നാഗരത്ന ഈ ജസ്റ്റിസ് വിപുൽ M പാഞ്ചോളിയുടെ എലിവേഷൻ, സുപ്രീം കോടതിയിലേക്കുള്ള എലിവേഷനെ വളരെ ശക്തിയുക്തം എതിർത്ത് ഒരു റിട്ടൺ നോട്ട് കൊടുത്തതായിട്ടാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഈ പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നേക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദു ദിനപത്രമൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ അത് എതിർക്കാനുള്ള കാരണങ്ങൾ ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞ 2 കാരണങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, ഈ സീനിയോറിറ്റിയിൽ 57ാം സ്ഥാനമാണ് ജസ്റ്റിസ് വിപുൽ M പഞ്ചോളിക്കുള്ളത്. അദ്ദേഹം ഗുജറാത്തുകാരനാണ്. മാത്രമല്ല, ഇനി അപ്പോൾ ഇത്രയും പേരെ ഓവർലുക്ക് ചെയ്യാനുള്ള ക്വാളിറ്റി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയാണ്. കാരണം അത്രത്തോളം വലിയ മഹത്വം കാണണം ഇത്രയും പേരെ ഓവർലുക്ക് ചെയ്ത് ഒരാളെ സുപ്രീം കോടതിയിലേക്ക് എടുക്കണമെങ്കിൽ. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങൾക്ക്, അതായത് ഈ ഒരു പ്രാതിനിധ്യം പോലും സുപ്രീം കോടതിയിലില്ല. അതായത് ഇപ്പോൾ ജാർഖണ്ഡ്, ഒറീസ, അതായത് ഒഡീഷ, പിന്നെ അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, അതുപോലെ ഉത്തരാഖണ്ഡ്, പിന്നെ മേഘാലയ, സിക്കിം, ത്രിപുര, ഈ പറയുന്ന 8 സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പ്രാതിനിധ്യമില്ല. അപ്പോൾ ഇവരെയൊക്കെ അവിടെ ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നതിന് പകരം കൂടുതൽ അതായത് ഈ ഗുജറാത്തിന് 3ാമതൊരു ജഡ്ജിയെ എന്തിനു കൊടുക്കുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടെ ജസ്റ്റിസ് നാഗരത്ന ഉന്നയിച്ചു. അപ്പോൾ അതൊക്കെ ആ ജസ്റ്റിസ് നാഗരത്ന ഒരു ലോൺ വുമൺ ജഡ്ജാണ് ഈ കൊളീജിയത്തിലുള്ളത്. റെപ്രസെൻറ്റേഷനിൽ ഒരേ ആളേ ഉള്ളൂ സ്ത്രീയായിട്ട്. പക്ഷെ നാഗരത്ന നല്ല രീതിയിൽ ഇതിനെ നാഗരത്ന ഇത് തർക്കിച്ചു. ഇതിന് ഈ ഒബ്ജക്ഷനൊക്കെ രേഖപ്പെടുത്തി കേട്ടോ. അതുപോലെ അപ്പോൾ അവർ പറഞ്ഞ ഈ 56 ജഡ്ജിമാരെ ഓവർലുക്ക് ചെയ്തിട്ട് ഈ നിയമനം അത് തെറ്റാണ്. സീനിയോറിറ്റി, ബാക്കി എല്ലാവരും ഇതിലും സീനിയേഴ്സായിട്ടുള്ള 56 പേരുണ്ടെന്ന് ആലോചിക്കണം. പിന്നെ അത് പൊക്കോട്ടെ, അത് മാത്രമല്ല, ഈ പല സംസ്ഥാനങ്ങൾക്ക്, ഈ പറയുന്ന 8 സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യമില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങൾക്കും ഒരാളെയാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഗുജറാത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗുജറാത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 2 പ്രത്യേകതകൾ ഗുജറാത്തിനുണ്ട്. ഒന്ന്, നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രി ഗുജറാത്തിൽ നിന്നുള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം ഗുജറാത്തുകാരനാണ്. അപ്പോൾ ഇത് എന്തിനാണ് എന്നുള്ള സംശയം ജസ്റ്റിസ് നാഗരത്ന പ്രകടിപ്പിച്ചു. മാത്രമല്ല, അവർ പറഞ്ഞ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ്, ജുഡീഷ്യറിയുടെയും, അതായത് കൊളീജിയത്തിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇതുമൂലം നഷ്ടപ്പെടും എന്നുള്ള ഒരു സ്ട്രോങ് ആർഗ്യുമെൻ്റ് എടുത്തത് മാത്രമല്ല, ജസ്റ്റിസ് BV നാഗരത്ന വ്യക്തമാക്കിയത്, എൻ്റെ ഒബ്ജക്ഷൻ, ഞാൻ ഈ ഡിസെൻഡ് ചെയ്തത്, ഞാൻ ഇതിനോട് വിയോജിച്ച എൻ്റെ ഈ തീരുമാനവും ഞാൻ പറഞ്ഞ കാര്യങ്ങളും സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം, പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ്, പ്രസിദ്ധം ചെയ്യണം എന്നാണ് ജസ്റ്റിസ് BV നാഗരത്ന വളരെ സ്ട്രോങ് ആയിട്ട് ഉന്നയിച്ച ഒരു പോയിന്റ്. അപ്പോൾ
25-ാം തീയതി ഈ 4-1 ഭൂരിപക്ഷത്തിൽ ബാക്കി ഞാൻ ഈ പറഞ്ഞ ആളുകളെല്ലാം അങ്ങ് യോജിക്കുകയാണ്. അത് പല കാരണങ്ങളാണ്. അത് ഇപ്പോൾ എന്താ കാരണങ്ങളെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ കേൾക്കുന്നവർക്കും ഒക്കെ മനസ്സിലാവും. ഇനി എന്തുകൊണ്ടാണ് ഈ ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളി അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് ജസ്റ്റിസ് നാഗരത്ന ഒപ്പോസ് ചെയ്തതെന്നും കൂടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ട്, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ആയിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഇദ്ദേഹം ജസ്റ്റിസ് പാഞ്ചോളി അദ്ദേഹത്തിന് ഒരു സബ് കോടതിയിലെ അസിസ്റ്റൻ്റ് ഗവൺമെൻറ് പ്ലീഡർ ആയിട്ട്, ഒരു സാധാരണ ഒരുപാട് കേസൊന്നും ഉള്ളവരും വലിയ മിടുക്കരായിട്ടുള്ളവരൊന്നും അതിന് പോകുന്നതല്ല, അദ്ദേഹം ഗവൺമെൻറ് പ്ലീഡറായി. പിന്നെ അതേപോലെ തന്നെ വളരെ ഒരു പ്രാധാന്യം കുറഞ്ഞ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡറായിട്ട്, പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഏതാണ്ട് ഈ അസിസ്റ്റൻ്റ് ഗവൺമെൻറ് പ്ലീഡറും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ട് ഏതാണ്ട് 7 വർഷം അദ്ദേഹം ഇരുന്നു. ഇത് അധികപ്പറ്റൊന്നും പറയല്ല, ഞാനൊന്നും ഈ പോസ്റ്റിന് പോയിട്ടില്ല ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. കാരണം സാധാരണഗതിയിൽ കേസുള്ള ആളുകൾ, അതുപോലെ വളരെ മിടുക്കരായിട്ടുള്ള അഭിഭാഷകരൊന്നും ഇതിന് കിട്ടുകയില്ല, ഈ പോസ്റ്റുകൾക്ക് കിട്ടാറില്ല. ഇനി അത് പോയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ ഉടനെ, അതായത് ഏതാണ്ട് 2014 ഒക്ടോബറിൽ ഇദ്ദേഹത്തെ ഗുജറാത്ത് ഹൈക്കോടതിയുടെ അഡീഷണൽ ജഡ്ജായിട്ട് അദ്ദേഹത്തിന് കിട്ടി. അതൊന്നും ശ്രീ നരേന്ദ്രമോദി ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സുപ്രീം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചു. ഏതായാലും അഡീഷണൽ ജഡ്ജായിട്ട് ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിയമിച്ചു. എന്നിട്ട് ഇപ്പോൾ 2016 അദ്ദേഹത്തിനെ പെർമനന്റ് ജഡ്ജാക്കി. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടുത്തത് ശ്രീ നരേന്ദ്രമോദിയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ, അതായത് 3-ാം ഘട്ടമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ 2025 ജൂലൈയിൽ അദ്ദേഹത്തെ പാറ്റ്ന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ട് പാറ്റ്ന ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. അത് ചീഫ് ജസ്റ്റിസായിട്ടല്ല, സ്ഥലം മാറ്റി. അത് പല ഉദ്ദേശങ്ങളിലാണ്. ഒരാളെ ഇങ്ങനെ സ്ഥലം മാറ്റുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് സീനിയോറിറ്റി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അയക്കുന്നത് ഒരു പതിവായിട്ട് വരാറുണ്ട് പലപ്പോഴും. ഏതായാലും അങ്ങോട്ട് മാറ്റി. പിന്നെ ഏതാണ്ട് അത് കഴിഞ്ഞ ഉടനെ 2025 ജൂലൈയിൽ ആണ് പാറ്റ്ന ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത്. 2025 ജൂലൈയിൽ തന്നെ അദ്ദേഹത്തിനെ പാറ്റ്ന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ട് മാറ്റി, ആയിട്ട് അവരോധിച്ചു, കിട്ടി. അപ്പോൾ അതിൻ്റെ തീരുമാനമെടുത്തതിൻ്റെ പിറകിലൊക്കെ എല്ലാം ജസ്റ്റിസ് BV നാഗരത്നയ്ക്ക് ചെറിയ എതിർപ്പുണ്ട്. അതാണ് അവരുടെ നോട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ നാൾ വഴി എന്ന് പറയുന്ന ഇതാണ്. അപ്പം നമ്മൾ ആലോചിക്കണം, കേരളത്തിനുള്ളത് ഒരു റെപ്രസെൻറ്റേഷനാണ്, ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ, വേറെ ആരും ഇല്ല. 2 പേര് മിക്കവാറും ഒക്കെ ഉണ്ടായിരുന്നതാണ് കേരളത്തിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് ഇല്ല. എന്തുകൊണ്ട് ഈ ഗുജറാത്തിന് ഈ 3-ാം ജഡ്ജിയെ കൊടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. അത് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 8 സംസ്ഥാനങ്ങളിൽ അവർക്ക് റെപ്രസെൻറ്റേഷനേ ഇല്ല സുപ്രീം കോടതിയിലേക്ക് എന്നുള്ള കാര്യവും തീരുമാനിക്കണം. ഏതായാലും ജസ്റ്റിസ് നാഗരത്നയുടെ വളരെ ശബ്ദമുയർത്തി ഉള്ള ആ പ്രഖ്യാപനം എന്ന് പറയുന്നത്, കാരണം എൻ്റെ ഈ ഡിസൻറ്റ് ഇതിൽ ഈ ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ 4-1 ഭൂരിപക്ഷത്തിനാണ് ഇദ്ദേഹത്തെ എടുത്തതെന്നോ, അതുപോലെ ജസ്റ്റിസ് BV നാഗരത്ന ഇതേപോലെ ഡിസൻറ്റ് ചെയ്തെന്നോ ഒന്നും സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ വന്നില്ല. പിന്നെ ഇത് മാത്രമല്ല, 25-ാം തീയതി കൊളീജിയത്തിൻ്റെ തീരുമാനമെടുത്തു. പലപ്പോഴും ഈ തീരുമാനമൊക്കെ എടുത്ത് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത് ഈ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അത് യൂണിയൻ ഗവൺമെൻറ് അംഗീകരിച്ച് വരുന്നത്, പല കാരണങ്ങൾ കൊണ്ടും. സുപ്രീം കോടതി എടുക്കുന്ന ഒരു സ്വതന്ത്രമായ തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്കവാറും പലപ്പോഴും ഒരുപാട് സമയമെടുക്കും. നമുക്ക് ജസ്റ്റിസ്
KM ജോസഫിൻ്റെയൊക്കെ ആ അപ്പോയിൻമെൻറ്റിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ നമ്മളത് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചിലർ ഇതുപോലെ തന്നെ ഈ തീരുമാനം എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ റിട്ടയർ ചെയ്തു പോകും. കാരണം ഇത് അവിടെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ 65 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 62 വയസ്സ് കഴിഞ്ഞാൽ ഹൈക്കോടതി പിന്നെ ഇരിക്കാൻ ഒക്കത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ അവർ റിട്ടയർ ചെയ്തു പോകും. അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത് ആരുടെയൊക്കെ ആണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എന്താണെന്നറിയോ, 25-ാം തീയതി ഓഗസ്റ്റ് 25-ാം തീയതി തീരുമാനമെടുക്കുന്നു സുപ്രീം കോടതി. ഓഗസ്റ്റ് 27-ാം തീയതി ലൈറ്റ്നിങ് സ്പീഡാണ്. 27-ാം തീയതി തന്നെ ഇത് നേരെ അംഗീകരിച്ച് അപ്പോയിൻമെൻറ്റ് ഓർഡർ വെളിയിൽ ഇറങ്ങുന്നു. അതായത് വാറണ്ട് ഓഫ് അപ്പോയിൻമെൻറ്റ് വരുന്നു. അപ്പോൾ യു ഷോ മീ ദ മാൻ ആൻഡ് ദെൻ ഐ വിൽ ഷോ യു ദ ലോ എന്ന് പലരും പറയുന്നത് ഈ കാര്യത്തിലും പ്രസക്തമല്ലേ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. അതാണ് പ്രശ്നം. ഒരുപാട് പേര് ഈ സംശയം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ചോദിച്ചു. എന്നാൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഈ ജസ്റ്റിസ് പാഞ്ചോളി എന്ന് പറയുന്ന ആൾ അത്രയും അതിപ്രഗത്ഭനായ ഒരു ന്യായാധിപനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം സുപ്രീം കോടതി ഇങ്ങനെ 4-1 ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് നിയമിക്കാൻ തീരുമാനിക്കുന്നതും. അതുപോലെ ലൈറ്റ്നിങ് സ്പീഡിൽ കേട്ടോ, മിന്നൽ പോലാണ് ഇതിൻ്റെ ആ ഓർഡർ വെളിയിലിറങ്ങുന്നതും ഉത്തരവ് വെളിയിലിറങ്ങുന്നതും. പക്ഷേ ഇതിനകത്തൊന്നും ജസ്റ്റിസ് നാഗരത്ന ഇതുപോലെ ഡിസെൻഡ് ചെയ്തെന്നോ ഒന്നും പരസ്യം ചെയ്തിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റിസ് അഭയ് എസ് ഓഖ എന്ന് പറയുന്ന റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജി, അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജിയാണ്. അദ്ദേഹം ഇതിനെ ഒരുപാട് വിമർശിച്ചിട്ട് പറഞ്ഞു, ജസ്റ്റിസ് BV നാഗരത്ന ഉയർത്തിയ ഡിസെൻറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ എതിർപ്പ്, അപ്പോൾ വിയോജിപ്പ് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്, അതുകൊണ്ട് അത് പരസ്യം ചെയ്യേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ കാണിച്ചു തരൂ ഒരാളെ, അപ്പം ഞാൻ പറയാൻ നിയമം എന്താണെന്ന് എന്നുള്ള രീതിയിൽ ആളുകൾ സംശയിച്ചാൽ അതിനൊന്നും പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഗുജറാത്ത് സംസ്ഥാനം എത്തുന്ന 3 ജഡ്ജിമാർ ഉണ്ടാവേണ്ട കാര്യം എന്താണ് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും 8 സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലാതിരിക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്.